എൻ പ്രശാന്ത് IASന്റെ ഹിയറിംഗ് ബുധനാഴ്ച നടക്കും. വൈകുന്നേരം 4:30 ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച പ്രത്യാരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ചീഫ് സെക്രട്ടറിയാണ് എൻ പ്രശാന്ത് IASന് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശത്തിന്റെ പകർപ്പാണ് എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത്. 16-ാം തീയതി വൈകുന്നേരം 4:30 പേഴ്സണൽ ഹിയറിംഗ് ഉണ്ടായിരിക്കും. ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ വെച്ചിട്ടായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ജയതിലകിനെതിരെയും ധനവകുപ്പിലെ ജയതിലകിനെതിരെയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പട്ടികജാതി വകുപ്പിൽ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഗോപാലകൃഷ്ണനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ എൻ പ്രശാന്ത് ഉയർത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എൻ പ്രശാന്തിനെതിരെ താക്കീത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താക്കീത് നൽകി. പക്ഷേ ആ താക്കീത് നൽകിയിട്ടും പ്രശാന്ത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ IAS ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം എഴുതിയിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ എൻ പ്രശാന്തിനെ ഈ ജോലിയിൽ നിന്നും താൽക്കാലികമായിട്ട് മാറ്റി നിർത്താനൊക്കെ ഉണ്ടായ കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസമായിട്ട് എൻ പ്രശാന്ത് IAS ഇത്തരത്തിൽ ഒരു സസ്പെൻഷൻ കാലാവധി തുടരുകയാണ്. ഏറ്റവും കൂടുതൽ പക്ഷേ സസ്പെൻഷൻ കാലാവധി അനുഭവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും എൻ പ്രശാന്ത് IAS ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ സസ്പെൻഷൻ കാലാവധി തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രശാന്തിന്റെ വശം ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പലതവണ പ്രശാന്ത് പരാതി ഉന്നയിച്ചിരുന്നു. പലതവണ ഇത് ചീഫ് സെക്രട്ടറിയെ നേരിട്ട് എഴുതി അറിയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് എൻ പ്രശാന്തിനെ ഇപ്പോൾ നേരിട്ട് ചീഫ് സെക്രട്ടറിയെ വിളിച്ച് വരുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ എൻ പ്രശാന്തിനെ കേൾക്കുന്നതിന് അല്ലെങ്കിൽ എൻ പ്രശാന്തിന്റെ ഭാഗം കേൾക്കുന്നതിൽ ഒരു ഭാഗം IAS ഉദ്യോഗസ്ഥർ എതിർപ്പും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇനി 16-ാം തീയതി വൈകുന്നേരം 4:30 എൻ പ്രശാന്ത് IASനെ ചീഫ് സെക്രട്ടറിയുടെ ചേംബറിലേക്ക് വിളിച്ചിട്ടുള്ളത്. എൻ പ്രശാന്ത് IAS ഉന്നയിച്ച ആരോപണങ്ങൾ ചീഫ് സെക്രട്ടറി നേരിട്ട് കേൾക്കും. അതിനിടയിൽ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടാനുള്ള തീരുമാനത്തിലേക്കും കടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എൻ പ്രശാന്തിന്റെ ഒരു സ്ക്രൂട്ടനിങ് കമ്മിറ്റി അല്ലെങ്കിൽ എൻ പ്രശാന്തിനെതിരെ ഒരു അന്വേഷണ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അന്വേഷണ കമ്മിറ്റി ഇത്തരത്തിൽ പ്രശാന്തിനെതിരെയുള്ള ഈ കാലാവധി അല്ലെങ്കിൽ സസ്പെൻഷൻ കാലാവധി കൂട്ടാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വിമതനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിനെ കേൾക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായിരിക്കുന്നു. 16-ാം തീയതി വൈകുന്നേരം 4:30 ചീഫ് സെക്രട്ടറിയുടെ ചേംബറിലായിരിക്കും പ്രശാന്തിനെ കേൾക്കാനായിട്ട് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ആണ് ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിന് കൈമാറിയത്. രോഹിണി. ശരി ടിൻഡു. എൻ പ്രശാന്ത് IASന്റെ ഹിയറിംഗ് ബുധനാഴ്ച നടക്കും. വൈകുന്നേരം 4:30 ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച പ്രത്യാരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.